ആരാധ്യരായ ശ്രോതാക്കളോട് നന്ദി പറയുന്നു. പതിവായിട്ട് ഗണ്യമേ ജീവിതം കേൾക്കുകയും ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നവരോട് നന്ദി രേഖപ്പെടുത്തുക. പൊതുവെ വളരെ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താറ് പതിവില്ല. പറയുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് പുരാണങ്ങളെ കുറിച്ചോ വേദോ ഉപനിഷത്തോ അല്ല പറയുന്നത്, നമ്മുടെ കാര്യമാണ് പറയുന്നത്. അവനവന്റെ കാര്യം. ഒരാൾ അയാളുടെ സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ. ഞാൻ കര പണിയാൻ പോയപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, മകന് കാരണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ കാരണം നമ്മുടെ കാര്യമാണ് പറയണത് എന്നുള്ളതാണ്. നല്ല കലാസൃഷ്ടിയാണെങ്കിൽ, സിനിമ തുടങ്ങിയ നല്ല കലാസൃഷ്ടിയൊക്കെ ആണെങ്കിൽ ഇത് എന്നെ പറ്റിയാണല്ലോ, എൻ്റെ ജീവിതമായിട്ട് ബന്ധമാണല്ലോ. അതുകൊണ്ടാണ് നാം അത് കാണുന്നത്. ഏത് കഥയും, ആ ശുഭയാത്ര എന്നുള്ള സിനിമ കഥാതിരക്കഥ സംഭാഷണത്തിലാണ് ബോംബെയിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ബോംബെക്കാരൻ ഇങ്ങനെ വിളിക്കും, താങ്കളിപ്പോൾ സിനിമയിൽ കണ്ടത് കറക്റ്റാണ്. ഇങ്ങനെ ഉണ്ടായോ എന്നല്ല ചോദ്യം, നമുക്കെന്ത് മനസ്സിലാക്കാൻ? പുരാണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മളാണ്. കൃഷ്ണൻ ആര്? ഞാൻ, നിങ്ങൾ. അർജുനൻ ആര്? ഞാൻ തന്നെ അർജുനൻ, നിങ്ങൾ. ദുര്യോധനൻ ആരാ? സംശയം വേണ്ട, നിങ്ങൾ ഞാൻ തന്നെ. എന്താ ദുര്യോധനൻ എന്ന് പറഞ്ഞ അർത്ഥം? ദുരഭിമാനത്തെ ധനമാക്കിയവൻ. നമ്മളെ കൂട്ടത്തിൽ വരില്ലേ? ദുരഭിമാനം ഇല്ലേ നമുക്ക്? അലമാരയിൽ ഇത്രയൊക്കെ സാരി ഉണ്ടെങ്കിലും ശരി, കഴിഞ്ഞ കല്യാണത്തിന് പോയപ്പോഴും ആ സാരിനെ വിറ്റ്. അപ്പൊ പുതിയ സാരി വാങ്ങിച്ചപ്പോ, സാരി എന്ന് ഉദാഹരണം പറയുകയാണ്, പുരുഷന്മാർക്കും ഏകദേശം അതേപോലെ. ഓരോരുത്തർ ചോദിക്കും ചെയ്യും, ആ വണ്ടി മാറ്റിയില്ലേ ഇതുവരെ? കാറ്. എനിക്ക് പിന്നെ കാറില്ലാത്തതുകൊണ്ട് ആരും ചോദിക്കാറില്ല. പണ്ടത്തെ വണ്ടി ഇതുവരെ മാറ്റിയില്ലേ? അത് മാറ്റണേ. അപ്പൊ പറയുന്ന വെച്ചാൽ ഞാൻ മാറ്റേണ്ട, അടുത്ത ബുധനാഴ്ചയാണ് പുതിയ വണ്ടി വാങ്ങണം. ഇതാണ് ദുരഭിമാനം. മാനത്തെ, യഥാർത്ഥ മാനത്തെ അഭിമുഖീകരിക്കൽ അഭിമാനമാണ്. ഇതോ യഥാർത്ഥ മാനത്തെ അല്ല അഭിമുഖീകരിക്കുന്നത്. ഇവിടെ മാനം വന്നാൽ ആകാശം, പഞ്ചഭൂതങ്ങളിൽ ആദ്യം ആകാശമുണ്ടായി, നമ്മുടെ ശരീരത്തിൽ ആകാശമുണ്ട്. വളരെ അർത്ഥങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്, വളരെ അർത്ഥങ്ങൾ ഉണ്ട്. എന്റെ പല ഗുരുനാഥന്മാരുടെയൊക്കെ പ്രഭാഷണം ഒരു തവണ കേട്ടാൽ പോലെ ആ പറഞ്ഞതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദുരഭിമാനമാണ് രാവിലെ നോക്കി നമ്മൾ സംശയിക്കണ്ട. രാത്രി ഒരു ഷർട്ടോ ഡ്രസ്സോ ഇല്ലാതെ ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ചൂടുകാലത്ത് അതായിരിക്കും സുഖം. പക്ഷെ നമുക്കത് ചെയ്യാറില്ല. കാരണം ആരെങ്കിലും വലിയ കാര്യം, അത് മാത്രമല്ല അങ്ങനെയായിട്ട് കിടക്കരുതെന്ന് വേറെ കാര്യമുണ്ട് കേട്ടോ. ഇത് മറ്റൊരു വിഷയമാണ്. ദുരഭിമാനമാണ് ദുര്യോധനൻ. ഏത് അത് ഞാൻ ചെയ്താൽ ശരിയാവും. കുട്ടി പടിയിങ്ങനെ കയറുകയാണ്, വിഴുന്ന് കാലുമ്പോ അമ്മ പിടിക്കാൻ ചെല്ലുമ്പോ അമ്മയുടെ കൈ വെട്ടും. മേല് ദുര്യോധനം കയറിയിരിക്കുക. എനിക്ക് അങ്ങനെ ഒരാളെ സഹായം വേണ്ട. ചില ഒരു നമ്മൾ വർത്താനം കൊണ്ട് കേൾക്കുന്നില്ല. അതൊക്കെ കേൾക്കാം. അത് മനസ്സിലായി.
അയാൾക്കൊരു വിവരവും ഇല്ല. പക്ഷെ ഇത് കേൾക്കാൻ മോശമല്ലേ? നമ്മളെക്കാൾ ബ്രില്യൻ്റായിട്ട് ഒരാൾ സംസാരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അയാളെ വർത്താനം പറയാതെ സമ്മതിക്കാത്ത വർത്താനം പറഞ്ഞവരുണ്ട്. ഉദാഹരണമായിട്ട് ചിലവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേളത്തെ വർത്തമാനം പറഞ്ഞാൽ അവരുടെ വർത്തമാനം നമുക്ക് പറയാൻ കഴിയാത്ത വിധം അത് ബ്രില്യൻ്റ് ആയാൽ ഉള്ള അസൂയ സ്വയം താങ്ങാൻ കഴിയും. ഇതാണ് ദുര്യോധനൻ. അല്ല, നിങ്ങൾ എന്താണ് വിചാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാലോ. അങ്ങനെ അവന്റെ കാര്യം പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കും ഉണ്ട് ഒരു ഈഗോ. ഇപ്പൊ ഒരു പുതിയൊരു പദം ഇറങ്ങിയുണ്ട്. ഇന്ന വ്യക്തി ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്. അതിപ്പോ അത് അംഗീകരിച്ചൊരു നല്ല കാര്യമെന്ന് വിചാരിച്ചു. ഇന്ന വ്യക്തി അപ്പുട്ടേട്ടന്റെ സപ്തതിയാണെന്ന് പ്രസംഗത്തിൽ പറയും. അപ്പുട്ടേട്ടൻ ഞങ്ങളുടെ തറവാടിന്റെ സ്വകാര്യ അഹങ്കാരമാകുന്നു. അപ്പുട്ടേട്ടനെ ഒന്നുകൂടെ അഹങ്കാരിയാക്കുന്നു. അപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഈ വിചാരിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ, ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ ആരൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനിത് അതുപോലെ കേട്ടാണ്. ഞാൻ ഇപ്പൊ എന്താ കേൾക്കുന്നത്? അല്ല, ദുര്യോധനം ഇന്നോടത്തൊരു പ്രഭാഷണമുണ്ട്. അത് പറയുന്നത് നമ്മുടെ കുട്ടിയേക്കന്നല്ലേ. ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത്, കള്ളു കുടിക്കരുത്, അയാലും ഇപ്പൊ പറയാൻ പോണം. എന്നിട്ട് അയാളൊക്കെ കുടിക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ ഒരു തവണ കേട്ടാണ്. ഇതിന്റെ പേരാ ദുര്യോധനം. നമ്മുടെ ചുറ്റും ദുര്യോധനന്മാരുണ്ട്. നമ്മളും ദുര്യോധനം. ഇനിയോ കൃഷ്ണന് ചില കാര്യം പറയാനുണ്ട്. കൃഷ്ണൻ ആലോചിച്ചത് പാരോടാ പറയും. ഇത് പാരോട് പറയും. നാം ഇപ്പൊ കൃഷ്ണനായിരുന്നു. ഇത് പാരോടാ പറയാൻ പറ്റുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്റെ നിരീക്ഷണമോ കണ്ടുപിടുത്തമോ ആരോട് പറയാം? ഇതുവരെ ഒരാളോട് പറഞ്ഞില്ല. 3 കാൻഡിഡേറ്റ്സ് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അർജുനൻ, ധർമ്മപുത്രൻ, ദുര്യോധനൻ. ഫൈനൽ സെലക്ഷനിൽ ഈ 3 ആളാ വന്നത്. അപ്പൊ പറയാൻ പറ്റുന്ന ആള് ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പൊ ആകെ കൃഷ്ണൻ ജനിക്കുമ്പോ പരിചയക്കാരെ മുഴുവൻ എടുത്തപ്പോ ബാക്കിയൊക്കെ തനി കോഴിക്കോടം പക്ഷെ പറഞ്ഞ മൊഴോളം അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഫസ്റ്റിൽ ഒരു 3 പേരെ ആദ്യം തെരഞ്ഞെടുത്തു. അർജുനൻ, ധർമ്മപുത്രൻ, ദുര്യോധനൻ. ഇതിലിപ്പോ ആരെങ്കിലും ഒരാളോട് പറയാം. നാം ആലോചിക്കാറുണ്ടെങ്ങനെ ചില കാര്യം. അത് പറയുമ്പോൾ ഇന്നാള് കേട്ടുകൊണ്ടിരിക്കില്ല. നമ്മളൊരു വർത്തമാനം പറയുമ്പോൾ തന്നെ മറ്റാളുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. ഈ ഒരാളോട് പറയുമ്പോൾ ആദ്യത്തെ വരി വരുമ്പോഴേക്കാണെന്ന് അയാൾ പറയും, ആ അയാൾ നിർത്താൻ പറയും. കേൾക്കില്ല. മക്കൾ കേൾക്കുമോ? അച്ഛൻ പറയാതെ ഇറങ്ങുമ്പോൾ തന്നെ അവന്റെ മുഖം ആകെ ഒഴിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് കേൾക്ക്, ഞാൻ എന്താ പറഞ്ഞത്, നീ എന്നാ ബുദ്ധിമുട്ടും അതുകൊണ്ടാ പറഞ്ഞ അച്ഛനായി കുറെ കേട്ടതാ. ദുര്യോധനോട് പറയാൻ നിവൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കൃഷ്ണന് ഗീത ആർക്ക് ഉപദേശിക്കണം? ദുര്യോധന ആയാലൊന്ന് ആലോചിച്ചു. വേണമെങ്കിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് പറഞ്ഞാൽ എഴുതി വെച്ചോ. കൃഷ്ണന് പറഞ്ഞു കൊടുക്കും. ഈ പലയിടത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ കൃഷ്ണനെ ഈ പ്രസംഗിക്കുന്നല്ലേ, വേണമെങ്കിൽ എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ദുര്യോധന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ധർമ്മപുത്രനോട് ഉപദേശിച്ചാൽ ചില കുഴപ്പമൊന്നുമില്ല. ആ ചൂത് കളിച്ചിട്ട് ഈ കണ്ട പേരുടെ യുദ്ധത്തിനും മരണത്തിനും കാരണമാക്കിയത് ഈ ധർമ്മപുത്രൻ. ആ ചൂത് കളിക്കാൻ അപ്പുറത്ത് ശകുനി വരുന്ന സമയത്ത് ഈ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട്
എനിക്ക് പകരം കൃഷ്ണൻ കളിക്കുന്ന പറഞ്ഞാൽ ഈ കഥയില്ല, ഇത്രയും മരണം ഉണ്ടാവില്ല, ഇത് മുഴുവൻ ഉത്തരവാദിയായിരുന്നു ധർമ്മപുത്രൻ. പേര് ധർമ്മപുത്രൻ. ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നമായ ഗോത്രം. അന്നം കഴിച്ച് വലുതാവുന്ന സജീവൻ തടിയാണ് ഈ ധർമ്മപുത്രൻ. നമ്മൾ ബെന്യാമീൻ കേൾക്കുന്നവർ കാണുന്നത് ധർമ്മപുത്രരെയാണ്. അതുകൊണ്ട് വേണം ധർമ്മം അനുഷ്ഠിക്കാൻ. ധർമ്മപുത്രർക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ചില വേദിയിൽ സംസാരിക്കാൻ പോകുമ്പോൾ പ്രഭാഷകർ സദസ്സിനെ കാണുമ്പോൾ മനസ്സാകും തീരണ വരെ എത്ര പേരിയ്ക്കും. ആ ഇരിപ്പ് നോട്ടോ കാണുമ്പോൾ അറിയാം. ചിലർ വന്നിരുന്നുണ്ട് അവരുടെ വാക്കുകൾ നോക്കും, ഭാവം നോക്കും. താങ്കൾ പറയുന്നത് കേൾക്കാനാണ് ഞാൻ ആർജവമുള്ള വ്യക്തിയാണ്. ആ വ്യക്തി അവിടെ അനങ്ങാതിരിക്കും. ചില ഗ്രാമങ്ങളിൽ ചിലർ വരുമ്പോൾ തന്നെ തലയിൽ കെട്ടൊക്കെണ്ടാവും. തലക്കെട്ട കാണുമ്പോൾ എന്തെങ്കിലും സാധാരണ ഗ്രാമീണമായ ജോലി ചെയ്യുന്നതായിരിക്കും. അവർ ഇമ വെട്ടാതെ കൊണ്ടിരിക്കും. അർജുനൻ നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമാണ്. ഈ ആർജവം എന്ന ഗുണം ഉണ്ടാകണം. ആ ഗുണം ഉണ്ടാകുന്നുണ്ട് കൃഷ്ണൻ അർജുനനെ ഇത് ഉപദേശിച്ചു. അർജുനാണ് വിഷാദം ഉണ്ടായി. അപ്പൊ ആദ്യത്തെ അധ്യായത്തിന് വിഷാദ യോഗമാണ്. ഇപ്പോഴത്തെ ധർമ്മപുത്രർക്ക് അങ്ങനെ വിഷാദമൊന്നും ഉണ്ടായിട്ടില്ല. ദുര്യോധനൻ ഒട്ടുമില്ല. ഇതൊക്കെ ഞാൻ മതി, എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ആ കൃഷ്ണന്റെ കൂടെ ഒന്നും കേൾക്കാനൊന്നും പോണ്ട. അങ്ങനെ കാറ്റ് ഓണം ഇതിന്റെ ഗുണമൊന്നുമില്ല എന്നായിരിക്കും ധർമ്മപുത്രർക്ക് പറയാം. ഒക്കെ ബന്ധുക്കളാണല്ലോ, ദിവസേന കാണുന്നവരാണല്ലോ. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭവിക്കുന്നു.